അപ്പോൾ നമ്മൾ ADV ആയിട്ടുള്ള നമ്മൾ അടുത്ത റൈഡാണ് കേട്ടോ. രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നേരെ എറണാകുളത്താണ്. റോഡ് ട്രിപ്പ് അടിക്കല്ല, നമ്മൾ എറണാകുളത്തിന് ആവശ്യമായിട്ട് പോവുകയാണ്. ഒരു വീഡിയോ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ച് ഈ ഒരു ബൈക്കിലല്ല വരുന്നത്, തിരിച്ച് നമ്മൾ ട്രെയിനിൽ കയറിയിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മളെ ഈ ഒരു ബൈക്കിൻ്റെ കുറച്ച് വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എറണാകുളത്ത് ഈ ഒരു വണ്ടി 2 ദിവസം വയ്ക്കാനുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് കസ്റ്റംസിൻ്റെ വിവരവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നമ്മളെ ഷോപ്പ് തൽക്കാലം അവിടെ നിന്ന് നമ്മളിപ്പം മാറ്റിയിട്ടുണ്ട്. നമ്മളെ നെക്സ്റ്റ് ഗിയറും നെക്സ്റ്റ് കസ്റ്റംസും തമ്മിൽ കുറച്ച് നല്ല ദൂരമുണ്ട്. ഏകദേശം ഒരു 9 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അതൊരു ദൂരമായിട്ട് തോന്നിയില്ല. പക്ഷേ നമുക്ക് ഡെയിലി ഇതേപോലെ നമുക്ക് പെയിൻ്റ് അടിച്ച പാർട്സ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോയിട്ടതായിട്ടുണ്ട്. അത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊണ്ടുവരുന്ന വഴിക്ക് എന്തെങ്കിലും സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ വീണ്ടും കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ നെക്സ്റ്റ് കസ്റ്റംസ് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് നെക്സ്റ്റ് ഗിയറിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഈ വണ്ടി കുറച്ച് ഡിപ്പ് ചെയ്യാനുള്ള പാർട്സും ഉണ്ട്. ഈ ഒരു പാർട്സ് കുറച്ച് ഡിപ്പിങ് വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് പ്ലാനിലുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഡിപ്പ് വർക്ക് ചെയ്യാനായിട്ട് കൊച്ചിയിലുള്ള ഒരു ഷോപ്പിൽ കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് കേട്ടോ. പുള്ളിയുടെ വർക്ക് ഞാൻ വീഡിയോ കണ്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ഒറിജിനൽ കാർബൺ ഫൈബർ പോലെ ഇരിക്കും. ഓ ദേവൻ ഗായ്സ്, ഇപ്പോൾ നമ്മൾ അഡ്വഞ്ചർ കൊടുത്തിട്ട് ഏകദേശം ഇപ്പോൾ 2 ആഴ്ചയിൽ കൂടെ ആയത് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഇരിക്കുന്ന ഫാനൊന്നുമില്ല, ഫാൻ്റെ ബോക്സാണ്. നമ്മളെ ഡ്യൂക്കിൻ്റെ കുറച്ച് കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഞാൻ റിമൂവ് ആക്കിക്കൊണ്ട് വന്നതാണ് ഈ ഒരു ബോക്സിനകത്ത് ഇരിക്കുന്നത്. ഇതാ സച്ചിൻ്റെ വീട്ടിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുമക്കാണ്ട് സച്ചിൻ്റെ വീടെത്തി. അപ്പോൾ ഇവിടെ വന്ന് ചെറുതായിട്ടൊന്ന് ഇപ്പോൾ ട്രെയിനിലിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഓട്ടോ പിടിച്ചതാ. അപ്പോൾ അവൻ്റെ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മൾ അഡ്വഞ്ചറിൻ്റെ അടുത്തോട്ട് പോകുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ അഡ്വഞ്ചറിൻ്റെ അടുത്തതാ അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല. കുറച്ച് പീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിപ്പ് ചെയ്യാനായിട്ടുണ്ട്. അടുത്ത പീസ് ഇതിൻ്റെ ബോൾട്ട് ഇളകി വന്നിട്ടില്ല. അപ്പോൾ അത് ഞാൻ ചെന്നിട്ട് കൊറിയർ അയച്ചു കൊടുക്കാം. ഒന്നും കൂടെ ഡിപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ കാണുന്ന ടാങ്ക് കേട്ടോ. അതൊരു ബ്ലൂ ടാങ്കായിരുന്നു, മാറ്റ് ഫിനിഷ് ആയിട്ടിരുന്ന ടാങ്കാണ്. അത് ഞാൻ ഫുള്ള് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. മച്ചാൻ ഫുള്ള് എനിക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം പക്ക ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ടാങ്കിൻ്റെ സെൻട്രൽ പോർഷൻ നോക്കാൻ നേരത്തെ ഈ കാർബൺ ഫൈബറാണ്. അതിൻ്റെയൊക്കെ ലൈനും കാര്യങ്ങളൊക്കെ പക്ക കിട്ടുക്കനായിട്ട് ലൈനും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. ഫ്രണ്ട് മൾഗാർഡ് നോക്കാൻ നേരത്ത് അതെന്താ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ ലൈനൊക്കെ നോക്കി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ചെയിൻ കവറ്, ഫ്രണ്ട് ഫുട്ടസിൻ്റെ ഈ ഒരു കവറും കാര്യങ്ങളൊക്കെ ഇത് ഫുള്ള് കാർബൺ ഫൈബറാണ് ചെയ്താൽ. ഈ വണ്ടിക്ക് അത് ഡിപ്പ് ചെയ്യാൻ അധികം പോർഷൻ ഇല്ല, അതാണ് പ്രശ്നം. കുറച്ച് സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡിപ്പ് ചെയ്താലും ബോറായിപ്പോവും. ഇത് ചെയ്യാനുണ്ട്, ഇത് മറന്നുപോയി കേട്ടോ. ഓക്കെ സെറ്റല്ലേ? വണ്ടി സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. വേറൊരു സാധനം കാണിച്ചാൽ അതൊന്നും തന്നേടാ. ഇതൊന്നും തന്നേ. നമ്മുടെ സൈലൻസിൻ്റെ ഒരു ഗാർഡാണ് കേട്ടോ. ഫുള്ള് സ്ക്രാച്ചായി തുഴഞ്ഞ് നിന്നൊരു സാധനമാണ് ഇതിൻ്റെ. ഇപ്പം നോക്കിയ അവസ്ഥ. ഞാൻ വേറൊരു സാധനം കാണിച്ചു തന്നിട്ടില്ല. നമ്മൾ അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു ഒരു ലെറ്റർ ഇവിടെ കൊടുത്തിട്ട് ഒരു ചെറിയൊരു ഗ്രാഫിക്സും കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കൊടുത്ത വേറെ ഡിസൈനാണ്, പക്ഷേ മച്ചാൽ വേറൊരു ഡിസൈനിലോട്ടാക്കി ഒന്ന് അടിപൊളി ആക്കിയിട്ടുണ്ട്. സ്റ്റിക്കറും ചെയ്ത് ക്ലിയർ കോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നൈസായിട്ടുണ്ട്. പൊട്ടിച്ചെറിക്കോ? ബോംബ് സൗണ്ട് കേൾക്കും. ഇല്ല, സൗണ്ട് കേൾക്കും. അയ്യോ, അപ്പം നമ്മുടെ വർക്ക് ഫുൾ അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഡള്ളായ പീസും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസിൻ്റെ ഈ സ്റ്റേയും കാര്യങ്ങളൊക്കെ മാറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഭാഗമൊക്കെ ഫുൾ മാറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ കുറച്ച് 1-2 സാധനങ്ങൾ മാത്രം ഒഴിച്ച് അതും കൂടെ ഡിപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഫുൾ പെയിൻറ്റിങ് അല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്, ചെറിയ ചെറിയ ഡിപ്പിങ് വർക്ക് മാത്രമാണ് കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ കാണിച്ചു തരാം, പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ പോളിഷും കൂടെ ചെയ്തുകൊണ്ടിരിക്കുക. പോളിഷും കൂടെ കഴിയുമ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ടോ. ഗ്ലാസ് ഫിനിഷ് അല്ലേ? അതെ, നമ്മളെ കണ്ണാടി പോലെ ആയിട്ടുണ്ട്. കുറച്ച് ചെയ്യാണ്ട് ഈ ഒരു ഡൊമിനോർ ചെയ്തതിൻ്റെ പെയിൻറ്റിങ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ക്യാമറയിൽ കൂടെ എത്രത്തോളം അറിയാൻ പറ്റുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ പല ഷെയ്ഡാണ്, ഹൈപ്പർ ഷിഫ്റ്റാണ് ഇത്. പല ഷെയ്ഡാണ്. നമുക്കിപ്പോൾ ഒരു ഓറഞ്ച് ബ്ലാക്കൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ ഒന്ന് ചരിഞ്ഞ് നോക്കാൻ നേരത്ത് നമുക്കൊരു ഓറഞ്ച് കാണാനായിട്ട് പറ്റും, ഗ്രീൻ കാണാനായിട്ട് പറ്റും, യെല്ലോ കാണാനായിട്ട് പറ്റും. അങ്ങനെ പല ഷെയ്ഡിലുള്ളതാണ്. ഒരു നൈറ്റൊക്കെ ആവാൻ നേരത്ത് ഇത് ഫുൾ ബ്ലാക്കായിട്ടുമാണ് കേട്ടോ കാണിക്കുന്നത്.
ഇവിടെയൊക്കെ ഫുൾ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്താണ്. ഡിപ്പിങ്ങിൻ്റെ ക്വാളിറ്റി നോക്കി, ലൈനൊക്കെ നോക്കി പക്ക പെർഫെക്റ്റ് കേട്ടോ, അടിപൊളിയായിട്ട് ചെയ്തേക്കാം. ഈ കളർ കൊള്ളാം. ഈ ഒരു കളർ നമ്മൾ പോളിഷ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, ഇറച്ചി വയ്ക്കൂലേ? നൈസ് കളറാണ് കേട്ടോ. അതെ, എല്ലാ കളറും വരും, നൈസ് കളർ അല്ലേ, സെറ്റ് സാധനം. അപ്പോൾ നമ്മുടെ വർക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. മച്ചാനാണ് ഇതിൻ്റെ വർക്ക് ഫുള്ള് സെറ്റാക്കി തന്നത്. താങ്ക് യു ബ്രോ, താങ്ക് യു. ഇവരൊരു ടീമുണ്ടായിരുന്നു കേട്ടോ, ആ ടീം എല്ലാം കൂടെ ചേർന്നിരുന്നാണ് നമ്മളിതിപ്പോൾ ഫുൾ സെറ്റാക്കി. അടിപൊളിയായിരുന്നു, സമയം പോയി അറിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇറങ്ങിയാണ്. ഞാൻ എൻ്റെ ഡ്യൂക്കിന് കുറച്ച് പാർട്സ് കൂടെ കൊടുത്തിട്ടുണ്ട്, അത് സെറ്റാക്കൂലേ? അപ്പം ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുത്തെ ഒരു പീസൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഡിപ്പ് ചെയ്യാൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ കിട്ടുമല്ലേ അതൊക്കെ? ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ട്. വണ്ടി ബാക്കി ഓടിച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, 3 ആഴ്ച ആയെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ വണ്ടി ഇവിടെ കയറ്റി ഇവിടെ നിന്നിട്ട്. അതായത് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിൻ്റെ 2 ദിവസം മുമ്പായിട്ടാണ് ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ട് കൊടുത്തത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വണ്ടി ഇതാ, എനിക്ക് ഈ കാലിൻ്റെ തുടയില്ല, ടാങ്കിൽ മുട്ടിക്കാൻ വയ്യ, പേടി പെയിൻറ്റിന് എന്തെങ്കിലും പറ്റുമോ. അങ്ങനെ പറ്റത്തില്ല, എന്നാലും നമുക്കൊരു പുതുതായിട്ട് ആക്കി എടുക്കാൻ നേരത്ത് നമുക്കൊരു ഇതുണ്ടല്ലോ, ഒരു കെയറിങ് വരുമല്ലോ. ആ ഒരു കെയറിങ് പെയിൻ്റാണ് ഇപ്പം. എന്തായാലും വണ്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കുറച്ച് വർക്ക് കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഞാൻ വീടെത്തിയിട്ട് ഫുള്ളായിട്ട് കാണിക്കാം. നമ്മൾ അഡ്വഞ്ചർ നമ്മളെ നെക്സ്റ്റ് ഗിയറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഫോഗ് ലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എഡ്ജിയുടെ ഈ മോഡൽ ഫോഗ് ലൈറ്റാണ് ആഡ് ചെയ്യുന്നത്, കുറച്ച് ഹെവി സൈസാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു പ്രത്യേക രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു ഡ്യുവൽ സ്വിച്ച്, ഒരു 2-way സ്വിച്ചും ഉണ്ട്, പിന്നെ ഒരു പാസ് സ്വിച്ചും ഉണ്ട് കേട്ടോ. ഇത് പാസ് സ്വിച്ച് കാശം കൊടുത്തേക്കാണല്ലേ. ഓക്കെ, അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ വെട്ടം. ഒരു തവണ ഓഫാക്കിയിട്ട് വീണ്ടും ഓണാക്കാൻ നേരത്ത് നമുക്ക് യെല്ലോയും വൈറ്റും കിട്ടും ആ ലൈറ്റിൽ തന്നെ. അത് വലിയ ലെൻസാണ്, 2 ലെൻസാണുള്ളത്. മറ്റേ സൈഡിൽ നമുക്ക് വൈറ്റിൻ്റെ ഒരു ചെറിയ ഷെയ്ഡും കിട്ടും. അപ്പോൾ നമുക്ക് ഈ പാസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ ഇതേപോലെ ബ്ലിങ്ക് ആവും കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ കണക്ഷൻ ചെയ്യാനായിട്ട് പോകണം. പെട്ടെന്ന് ബ്രൈറ്റൊക്കെ ആരെങ്കിലും അടിച്ച് കയറി കൊടുത്താൽ കിളി പാർന്നതായിട്ട് അതിൻ്റെ വെട്ടം ഈ സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതേപോലെ പരന്നടിക്കും. നൈറ്റ് ആവുന്ന നേരത്ത് ഇതിൻ്റെ കറക്റ്റ് വെട്ടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനപ്പോൾ രണ്ട് കളറാണ്. ഒറ്റ കളർ കണക്ഷൻ ചെയ്യാൻ നേരത്തെ ഒറ്റ കളറാക്കും. അപ്പം ആ ഒരു ലൈറ്റ് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പീസും കാര്യങ്ങളൊക്കെ ഫുൾ അടിക്കണം കേട്ടോ. ഇതിൻ്റെ വയറിംഗ് ഒക്കെ ഫുൾ ഇതിൻ്റെ അകത്താണ് വരുന്നത്. അതല്ലെങ്കിൽ ബേക്കിൽ നിന്ന് കണക്ഷൻ എടുക്കും. അത് പക്ഷേ കുറച്ച് വൃത്തികേടാണ്. അതുകൊണ്ട് ഇത് ഫുള്ള് പൊളിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് കണക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ വർക്കപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫോഗ് ലൈറ്റിൻ്റെ കൂടെ നമ്മൾ വേറൊരു സംഭവം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗോപുയുടെ മൊബൈൽ ഹോൾഡറാണ് ഇത്. സംഭവം ഒരു കുഞ്ഞു ഹോൾഡറാണ്. ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് വയർലെസ് ഹോൾഡറാണ്. പിന്നെ നമുക്ക് വൈബ്രേഷൻ സോൾവ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു ഡാമ്പിങ്ങും കൂടെ ബേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐഫോണിൻ്റെ ക്യാമറയൊക്കെ ഫോൺ ഹോൾഡർ വെച്ചിട്ട് പോയ ക്യാമറയ്ക്കൊക്കെ ചെറിയ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വരും. അതായത് ക്യാമറ അടിച്ചു പോകും. അപ്പോൾ ഇത് വൈബ്രേഷൻ ഡാമ്പിങ്ങും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ക്യാമറയ്ക്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഒരു മൊബൈൽ ഹോൾഡർ. അടിപൊളിയാണ്. ഇവർക്ക് മുമ്പ് കുറേ മോഡലുണ്ടായി. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ഡ്യൂക്കിലേക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഐറ്റം പുതുതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. ഈ മോഡൽ വയർലെസ് ആണ്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നോക്കൂ, കണ്ടോ, ഫോണിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു അടിപൊളി മൊബൈൽ ഹോൾഡറാണ്. ഇതിൻ്റെ കുറച്ച് ആക്സസറീസൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. കീ ചെയിനും ഉണ്ട്. പിന്നെ വയർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളതുണ്ട്. ബാറ്ററിയിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള വയർ വേറെ അടപ്പുണ്ട്. അത് ഹോൾഡർ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബോക്സ്. സാധനമാണ്. അതും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടെ നമുക്ക് അച്ചതിന് ശേഷം കാണാം. യെസ്, അപ്പോൾ ഗൈസ് നമ്മളെ അഡ്വഞ്ചർ 390 ഇതാ അപ്പോൾ ഫുൾ സെറ്റാക്കി ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച എല്ലാ സാധനവും അതിൻ്റെ അകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ട്രിപ്പ് പോകാനുള്ള കുറച്ച് ലഗേജ് ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ വെച്ച ഫോഗ് ലൈറ്റ് ആണ്. ഞാൻ അത് കത്തിച്ച് കാണിച്ചില്ലായിരുന്നു അല്ലേ, ജസ്റ്റ് നൈറ്റ് മാത്രമേ കാണിച്ചോളായിരുന്നു. ഡേ ടൈമിൽ ഞാൻ കത്തിച്ച് കാണിച്ചു തരാം. നമുക്ക് ഡിമ്മിൽ തന്നെ നമുക്ക് യെല്ലോയും അതേപോലെ തന്നെ ഒന്നുകൂടെ ഓഫ് ചെയ്ത് ഓണാക്കാൻ നമുക്കവിടെ വൈറ്റ് കൂടെ കിട്ടും. അത്യാവശ്യം നല്ല രീതിക്ക് വൈഡായിട്ടാണ് ഈ ഒരു ലൈറ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് മുകളിലോട്ട് ആക്കാൻ നേരത്തെ ഇതൊരു ചെറിയ ലെൻസാണ്. ആ ലെൻസിൽ നമുക്ക് കുറച്ചുകൂടി നല്ല വൈഡായിട്ട് നമുക്ക് കുറച്ച് ഹൈറ്റിലോട്ടാണ് ആ ലെൻസ് കിട്ടുന്നത്. അത് ഞാൻ പാസ് വെച്ച് ഞാൻ വച്ചേക്കുന്നതാ ഇതാണ്. നമുക്ക് ഓരോ തവണ പാസ് ചെയ്യാൻ നേരത്ത് നമുക്ക് യെല്ലോയും വൈറ്റും കൂടെ മാറി ഇങ്ങനെ വരും കേട്ടോ.
ആ സ്വിച്ച്. ഇത്രയും ഹൈലൈറ്റ് ആവാനായിട്ട് ഞാൻ ഒരു വണ്ടിക്ക് എക്സ്ട്രാ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നും റീസ്റ്റോർ ചെയ്ത സമയത്ത് എക്സ്ട്രാ പെയിൻറ്റ് വർക്ക് കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ടുമാണ്. നിങ്ങൾ വീഡിയോ സ്റ്റാർട്ടിങ് കണ്ടില്ല, നമുക്ക് കൊച്ചിയിലുള്ള നമ്മളെ ഹ്യൂറൈഡ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് കേട്ടോ. ആ ഒരു പേജ് ചെക്കൗട്ട് ചെയ്ത് ആദ്യം മച്ചാൻ ചെയ്യുന്നത് ഡിപ്പിങ്ങിൻ്റെ വർക്ക് കേട്ടോ. ആ ഒരു വർക്ക് കണ്ടുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ കൊണ്ട് കൊടുക്കാനും കാരണം. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു വണ്ടിയുടെ എല്ലാം ചെയ്തിരിക്കുന്നത്. എടുത്ത് പറയാനാണെങ്കിൽ നമുക്ക് ഈ ഒരു പെട്രോൾ ടാങ്ക് കേട്ടോ, ഒരു ബ്ലൂ കളറിലായിട്ട് പെട്രോൾ ടാങ്ക് ആയിരുന്നു, മാറ്റ് ഫിനിഷിൽ പെട്രോൾ ടാങ്കാണ് ഇരുന്നത്. അത് ഒരു ഫുള്ളി ഒരു കാർബൺ ഫൈബർ അല്ല സോറി, ഒരു വണ്ടർ വുമൻ അല്ല, വേറെ ഒരു ടൈപ്പ് ഡിസൈനാണ് ഈ ഒരു ടാങ്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അത് ഡിപ്പിങ്ങിൻ്റെ ക്വാളിറ്റി മാത്രമല്ല ഞാൻ പറയണം, അവൻ്റെ പെയിൻറ്റ് അടിപൊളിയാണ്. വാഷ് ചെയ്യുന്നതോറും ഈ ഒരു പെയിൻറ്റ് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. അത്രയും നീറ്റായിട്ടാണ് ആ ഒരു പെയിൻറ്റിൻ്റെ ആ ക്ലിയർ കോട്ട് കേട്ടോ. ഡിപ്പിങ്ങിൻ്റെ കേസാണെങ്കിൽ തന്നെ നമുക്ക് കാർബൺ ഫൈബർ ഫ്രണ്ട് മൾഗാടി കൊടുത്തിട്ടുണ്ട്, ടാങ്കിൻ്റെ ക്യാപ്പിൻ്റെ പുറം വശത്ത് കൊടുത്തിട്ടുണ്ട്, ഫുഡ് റെസ്റ്റിൻ്റെ ഇവിടെ അടുത്ത സ്റ്റേ കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റിൻ്റെ ഈ ഒരു പാനൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ എവിടെയാണ് ഈ ചെയിൻ കവറൊക്കെ ഡിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് സാധനം വന്നിട്ടില്ല, അത് നാളെ എത്തത്തേ ഉള്ളൂ. നമുക്കൊരു ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളതൊക്കെ വെച്ച് കാണിച്ചു തന്നതാണ്. പിന്നെ ഹാൻഡ് ഗാർഡില്ല കാർബൺ ഫൈബർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 അലോയും ഫുള്ള് ഗ്ലോസി ബ്ലാക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. അതൊക്കെ വേറെ ലെവൽ കേട്ടോ. അതായത് ലോക്കൽ പെയിൻ്റ് ഒന്നും അല്ല ചെയ്യുന്നത്, എല്ലാം നല്ല പ്രീമിയം സാധനമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ കറക്റ്റ് അറിയാനായിട്ട് പറ്റും. ടാങ്കിലൊക്കെ ഞാൻ ചെറുതായിട്ടൊരു സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ടുണ്ട്, ഫിത്തിയിലോട്ട് ചെറുതായിട്ടൊന്ന് വണ്ടി വീണിട്ടുണ്ട്. എന്നാൽ കൂടി പെയിൻറ്റിന് അധികം ഡാമേജ് പറ്റിയിട്ടില്ല, ഉരഞ്ഞ് പോയിട്ടേ ഉള്ളൂ. അത് കുറച്ച് വിഷമമായിപ്പോയി. എന്തായാലും വലിയ സീനില്ല, പെയിൻറ്റ് ക്വാളിറ്റി അടിപൊളിയായതുകൊണ്ട് വലിയ സീനില്ലായിരുന്നു. നമ്മുടെ വണ്ടിയിൽ ഈ ഒരു ബൈക്ക് കൊണ്ടുവന്നപ്പോൾ അവസ്ഥ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഈ ഒരു പിക്കപ്പിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഒരു ബൈക്ക് കൊണ്ടുവന്നത്. ആ ഒരു ബൈക്കിൽ നിന്ന് നമ്മൾ ഈ ഒരു ടൈപ്പിലോട്ട് ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? വണ്ടി ഇപ്പോൾ പക്ക അടിപൊളി ആയിട്ടുണ്ട്. ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്താണെങ്കിൽ സ്വിച്ചസും ഹോൾഡറും അതേപോലെ തന്നെ നമ്മൾ പീസൊക്കെ കാണാനായിട്ട് വേറെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ ഇട്ടേക്കാം കേട്ടോ. അടിപൊളി ആക്കിയിട്ടുണ്ട് ഞാൻ അഡ്വഞ്ചർ. ഇപ്പം കുറച്ച് ആളോട് ഇപ്പോൾ ഈ ഒരു ബൈക്കിൽ തന്നെയാണ് ഈ ടോപ്പ് ബോക്സൊക്കെ നമ്മളിപ്പം അഡ്വഞ്ചറിലോട്ട് ആക്കിയിട്ടുണ്ട്. സെറ്റല്ലേ? നമുക്ക് ഇതേപോലെ ഈ ഒരു ഫിനിഷിൽ ഡിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, മറ്റുള്ളവരെല്ലാം വെച്ച് നോക്കാൻ നേരത്ത് മച്ചൻ്റെ റേറ്റ് വളരെ കുറവാണ്, ഡിപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. അപ്പം ഹ്യൂറൈഡ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവനെ കോൺടാക്റ്റ് ചെയ്യാൻ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മളെ അഡ്വഞ്ചറിൽ ഇനി കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു വലിയ റൈഡും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തത് വരാം. അപ്പം ഇതുവരെ ചെയ്തിട്ടുള്ള നമ്മൾ അഡ്വഞ്ചറിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും നമുക്കിനി മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ്. അതുവരെയ്ക്കും ഗുഡ് ബൈ.